നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി, ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര എന്നിവയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നായകനായി രോഹിത് ശർമ്മ തുടരുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും ചേർന്നാവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ സർപ്രൈസുകൾ ഉണ്ടായേക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. മോശം ഫോമിലുള്ള താരങ്ങളെ വിശ്വാസം അർപ്പിച്ചാവും ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നായകനായി രോഹിത് ശർമ്മയ്ക്ക് ലാസ്റ്റ് ചാൻസായി ചാമ്പ്യൻസ് ട്രോഫി മാറും. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമെല്ലാം ടീമിൽ തുടരും. ഇന്ത്യ ചില നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ പ്രകടനം വിലയിരുത്തി ഇന്ത്യ അവസാന സമയത്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മാറ്റം വരുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ടീം നോക്കാം. ഓപ്പണർമാരായി രോഹിത് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും തന്നെയാണ് സെലക്ടർമാർ കാണുന്നത്. ഇന്ത്യക്കായി ഏകദിനത്തിൽ നിലവിൽ ഓപ്പൺ ചെയ്യുന്നതും വലം കൈന്മാരായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ്. രണ്ടുപേർക്കും മികച്ച റെക്കോർഡുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിനെ നിലനിർത്തി ഇന്ത്യ മുന്നോട്ട് പോകുമെന്നാണ് റിപ്പോർട്ട്. ഇടം കയ്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ ബാക്കപ്പ് ഓപ്പണറായും പരിഗണിക്കും. ഋതുരാജ് ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ എന്നിവർക്ക് ടീമിൽ സ്ഥാനമുണ്ടായേക്കില്ല. സൂപ്പർ താരം വിരാട് കോഹ്ലിക്കും ടീമിൽ സ്ഥാനമുണ്ടാകും. മോശം ഫോമിലാണെന്നത് വസ്തുതയാണെങ്കിലും ICC ടൂർണമെന്റുകളിലെ കോഹ്ലിയുടെ മികച്ച പ്രകടനം വിലയിരുത്തുമ്പോൾ താരം ടീമിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ടീം മാനേജ്മെന്റുമായി ഉടക്കി ടീമിന് പുറത്തായിരുന്ന ശ്രേയസ് അയ്യറും തിരിച്ചെത്തും. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം വിലയിരുത്തിയാണ് ശ്രേയസിന് തിരിച്ചുവരവിന് അവസരം നൽകാൻ ഒരുങ്ങുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഗംഭീര പ്രകടനം നടത്തുന്ന കരുൺ നായർക്ക് ടീമിലേക്ക് സർപ്രൈസ് വിളി നൽകുമെന്നാണ് റിപ്പോർട്ട്. KL രാഹുലിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി ഇന്ത്യ പരിഗണിച്ചേക്കാം. അവസാന ഏകദിന ലോകകപ്പിൽ ഗംഭീര പ്രകടനമാണ് വിക്കറ്റ് കീപ്പറായി രാഹുൽ നടത്തിയത്. മധ്യനിരയിൽ ശ്രേയസ് അയ്യർ, രാഹുൽ കൂട്ടുകെട്ടിനാവും ഇന്ത്യ പ്രാധാന്യം നൽകുന്നത്. പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിയും ഉണ്ടാവില്ല. പകരം സീനിയർ താരം ഹാർദിക് പാണ്ഡ്യയ്ക്കാണ് ഇന്ത്യ വിളി നൽകുന്നത്. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേൽ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ നിർണായക തീരുമാനം ഉണ്ടായേക്കും. സഞ്ജു സാംസണിന് ടീമിൽ ഇടമുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അക്ഷർ പട്ടേലിനാവും സ്പിൻ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ എന്നിവരെ ഇന്ത്യ തഴയുമെന്നാണ് റിപ്പോർട്ട്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവിനെ തിരികെ വിളിക്കും. ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കുൽദീപ് യാദവിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വേദി ദുബായിലായതിനാൽ കുൽദീപ് യാദവിന്റെ കൈക്കുഴ സ്പിന്നിന് നിർണായക റോള് ടീമിലുണ്ടാകും. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകും. നിലവിൽ പുറം വേദനയുണ്ടെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ബുംറയ്ക്ക് സാധിക്കുമെന്നാണ് ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നത്. പേസ് നിരയിൽ മുഹമ്മദ് ഷമി ടീമിൽ ഉണ്ടാകും. പരിക്കിൽ നിന്ന് മോചിതനായ ഷമി ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഷമിയുടെ തിരിച്ചുവരവ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നുറപ്പാണ്. ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള മുഹമ്മദ് സിറാജും ടീമിലുണ്ടാകും. ഹർഷിത് റാണയാവും യുവ പേസർ. ഗൗതം ഗംഭീറിന്റെ വിശ്വസ്തനാണ് ഹർഷിത് റാണ. ഹർഷ്ദീപ് സിംഗിനെ ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല.